നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ചുഴലിയിൽ ഇത്ര ഒരു നല്ല യോഗം നടക്കാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ചുഴലിയിൽ ആരോ ചിലർ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്. നസ്രയത്തിൽ യേശുവിന് ജന്മം കൊടുക്കാൻ നസ്രയത്ത് തീരുമാനിച്ചാൽ, യേശുവിനെ വളർത്താൻ നസ്രയത്ത് തീരുമാനിച്ചാൽ, നസ്രയത്ത് ഭൂമിയുടെ ഏറ്റവും ഔന്നത്യമുള്ള സ്ഥലമായി മാറും. അത് മനസ്സിലാകുന്നു? ചുഴന യേശുവിനെ സ്വീകരിച്ചാൽ, വാഴക്കുഴിയിൽ യേശു വളരുവാൻ അനുവാദം കൊടുത്താൽ, യേശുവിനെ അവർ ഉയർത്തിയാൽ, വാഴക്കുഴി ലോകത്തിന്റെ ഫേമസ് ആയി മാറും. അടുത്തിരിക്കുന്ന ഒരാൾ കൈകൊടുത്ത് പറയാമോ അത് ശരിയാണ്? ഈ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് നല്ലതായിട്ടൊന്ന് കൈയടിച്ച്, കൈ അങ്ങ് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ വേണം, നൃത്തം പറയുമ്പോഴടിക്കണം. ഈ വാത്സല്യ മീറ്റിംഗ് നടത്തുന്ന ബാബുച്ചാന്റെ മകൻ എബൽ ഒരു യങ് പ്രീച്ചറാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എബൽ, പ്ലീസ് കം ഫോർവേഡ്. Hebrews chapter 12 verse 2. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. Let us fix our eyes on Jesus, the author and perfecter of our faith, who for the joy set before him endured the cross, scorning its shame, and sat down at the right hand of the throne of God. Those 6 words are what an awesome God we have. എനിക്കിവിടെ 6 വാക്കുകളാണ് ലഭിച്ചിരിക്കുന്നത്. 6ഉം അതിശയമാണ്, വിസ്മയകരമാണ്. Praise the Lord, that not only Jesus died for us, praise the Lord, but he is the author and perfecter of our faith. യേശു നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അവൻ പൂർത്തി വരുത്തുന്നവനുമാണ്. Praise the Lord. It says in him, who for the joy set before him, he also endured the cross and he scorned its shame. അവൻ പറയുന്നവന് മുമ്പിലുള്ള പ്രയാസത്തെ, കഷ്ടതകളെ അവൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു. Praise the Lord. So he took his shame, he took our shame, he took everyone's shame and put it on himself. നമ്മുടെ നിന്ദയും നമ്മുടെ ലജ്ജയും അവൻ അവന്റെ മേൽ ഏറ്റെടുക്കുകയായിരുന്നു. What an awesome God. നമുക്ക് എത്ര നല്ലൊരു ദൈവമാണുള്ളത്. Praise the Lord. കർത്താവിന് സ്തോത്രം. Praise the Lord. Let's continue to verse 7. നാം 7-ാം വാക്യത്തിലേക്ക് തുടരുമ്പോൾ, Praise the Lord. Endure hardship as discipline. God is treating you as sons. For what son is not disciplined by his father? Verse 8. If you're not disciplined and everyone undergoes discipline, then you are illegitimate children and not true sons. 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും ഒന്ന് ശബ്ദമുയർത്തി വായിക്കുമോ? Praise the Lord. So everyone in this tent, praise the Lord, is not an illegitimate child. You are a true son and daughter of Christ. ഈ പന്തലിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ മുൻപിൽ നിയമവിധേയമായ മക്കളാണ്. Praise the Lord. Let me tell you why you're a true son and daughter and not an illegitimate son or daughter. നിങ്ങൾ എന്തുകൊണ്ട് കർത്താവിന്റെ പ്രത്യേകമായ നിയമവിധേയമായ മക്കളെന്ന് ഞാൻ പറയുന്നു? An illegitimate son or daughter would be a bystander, praise the Lord. But a true son and daughter has the courage to stand up and praise and give glory to our God. ദൈവത്തിന്റെ സ്വന്തം മക്കൾ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തിന്റെ അവകാശങ്ങൾക്ക് പാത്രരുമാണ്. എന്നാൽ നിയമവിധേയമായ മക്കൾ പലപ്പോഴും അതിന് അനുവദനീയമല്ല. Praise the Lord. So as true sons and daughters of our Christ God, praise the Lord, we have some rights and responsibilities. കർത്താവിന്റെ പ്രിയ മക്കളായി നാം തീരുമ്പോൾ നാം കർത്താവിൽ ചില അവകാശങ്ങളെ പ്രാപിക്കുകയാണ്. So let's continue to verse 10 and I'll fully explain what I'm saying. 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. Our fathers disciplined us for a little while they thought best, but God disciplines us for our good, that we may share his holiness. Praise the Lord. Amen. That when I saw this verse, praise the Lord, I just sat there and I couldn't speak. ഞാൻ ഈ വാക്യം വേദപുസ്തകത്തിൽ കണ്ടപ്പോൾ ഞാൻ കുറെ നേരം കുത്തിയിരുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. Praise the Lord. Our fathers of flesh, praise the Lord. That's what I say, praise the Lord. Theoretically speaking, they're our father, praise the Lord. But when you look at the big picture, the person up there is our father. നാം ജഡത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ജഡത്തിൽ ഒരു അപ്പനുണ്ട്, ഒരു പിതാവുണ്ട്. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ ഒരു നിത്യപിതാവുണ്ട്. Praise the Lord. So our fathers of flesh, praise the Lord, they disciplined us for us to be a light in this area, for us to be a blessing on this area. ലോകത്തിൽ നമുക്കുള്ള പിതാവ് നമ്മളെ ശിക്ഷ പലപ്പോഴും ചെയ്യുന്നത് ഈ ലോകത്തിൽ നാം ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്. Just in this area. So they disciplined us to be a blessing on just this area.
ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ലോക്കൽ ഏരിയയിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ പിതാവ് നമ്മളെ ശിക്ഷിക്കുന്നത്. Praise the Lord. But our Father, our spiritual Father, you know what He did? He climbed on that cross. He scorned His shame. You know why? Because He wants us to be the light of this world. നമ്മുടെ ആത്മിക പിതാവ് നമുക്ക് വേണ്ടി കാൽവരിയുടെ ക്രൂശ് കരേറിയത് നാം ഒരു വെളിച്ചമായി തീരുവാൻ വേണ്ടിയാണ്. Praise the Lord. Praise the Lord. Praise the Lord. So He didn't want us to be a light or a blessing on just this area, but praise the Lord. But He wanted us to be a blessing and a light of this world. ഒരു പ്രാദേശിക ഏരിയയിൽ വെളിച്ചമായിരിക്കുവാൻ വേണ്ടി മാത്രമല്ല, ലോകത്തിന്റെ വെളിച്ചമായി നാം മാറണം നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു. Praise the Lord. In Isaiah, in the book of Isaiah, it says, God says that I will not share my glory. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ മഹത്വം ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കുകയില്ല. Praise Lord. But in this verse it says that we may share in His holiness. എന്നാൽ ഇവിടെ ഈ വാക്യത്തിൽ പറയും, നാം അവന്റെ വിശുദ്ധിയെ ഷെയർ ചെയ്യുന്നവരാകണം. Praise the Lord. What an awesome God we have, that He gives a little bit of Himself just for us. എത്ര വിസ്മയകരമായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവനുള്ളത് നമുക്ക് ഷെയർ ചെയ്യുകയാണ്. Praise the Lord. In the Bible it says that even if we ask a drop of His mercy is abundant to us. നാം ഒരു തുള്ളി കരുണ അവനോട് ചോദിച്ചാൽ ഒരു കൂട്ടം വെള്ളം പോലെ കരുണ പകരുന്നവനാണ് നമ്മുടെ കർത്താവ്. Praise the Lord. Your cup will overflow with mercy. ഓ, നമ്മുടെ പാനപാത്രം നിറഞ്ഞ കരുണ കൊണ്ട് കവിയുകയാണ്. Praise the Lord. His glory will overflow on top of us. നമ്മുടെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ നിറഞ്ഞ കവിയുകയാണ്. Praise the Lord. So what I'm trying to say is that our fathers of flesh, praise the Lord, they disciplined us to be a blessing in this area, not in the world, because in their mind they could just not imagine it. ലോകത്തിലെ നമ്മുടെ പിതാവ്, നമ്മളെ ജനിപ്പിച്ച നമ്മുടെ പിതാവ് നമ്മളെ ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത് ഈ ഒരു കുഞ്ഞു ലോകത്തിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്. Earlier I said, as true sons and daughters, we have a special responsibility. And we have special rights and responsibility. And I'll tell you what that right is. നമ്മുടെ നിത്യ ദൈവത്തിന്റെ, നിത്യ പിതാവിന്റെ യഥാർത്ഥ കുഞ്ഞുങ്ങളായി നാം തീരുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. Praise the Lord. And that is running for God. അത് നമ്മുടെ പിതാവിന്റെ പിന്നാലെ ആയിക്കൂടുക എന്നുള്ളതാണ്. Praise the Lord. Praise the Lord. Praise God. You know, I'll give you an example. Praise the Lord. I have two cousins. Praise the Lord. One of my closest two cousins. They're around my age. When my uncle says something, they're so fast to get on their bike. My uncle might say, go to the market and buy some fish. And before the sentence leaves their throat, they're already on their bikes and they're already leaving. ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാം. എനിക്ക് രണ്ട് കസിൻസ് ഉണ്ട്. എൻ്റെ അങ്കിൾ അവരോട് എന്തെങ്കിലും മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കൊണ്ടുപോവാ എന്ന് പറയുന്നതിന് മുമ്പ് ആ സെന്റൻസ് തീരുന്നതിന് മുമ്പ് അവർ ബൈക്കിൽ കയറി പോയിരിക്കും. Praise the Lord. So they're running for their families. They're living for their families. അവരുടെ പിതാവിന് വേണ്ടി ഓടുകയാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടി അനുസരണത്തോടെ ഓടുകയാണ്. Praise the Lord. So let me tell you something. Running for your families and living for your families is a great thing, but that is not our main priority. God put us on this earth for us so that we may run and live for God. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഇവിടുത്തെ കുടുംബത്തിന് വേണ്ടി ഓടുന്നത് ഒരു വലിയ കാര്യമാണ്. ഇവിടുത്തെ പിതാവ് പറയുമ്പോൾ കേൾക്കുന്ന ഒരു വലിയ കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യമാണ് സ്വർഗീയ പിതാവ് പറയുമ്പോൾ അവന്റെ പിന്നാലെ നിങ്ങൾ ഓടുകയും അവന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. Praise the Lord. Praise God. As I was saying that, I'll tell you why this is not our main priority, not living or running for our family. ഞാൻ പറയാം എന്തുകൊണ്ട് ഈ ലോകപ്രകാരം നാം ബന്ധപ്പെടുന്നത് നമുക്ക് വലിയ മുൻകരുതലുള്ള കാര്യമല്ലെന്ന് എന്തുകൊണ്ട് ഞാൻ പറയാം. Tomorrow if God comes, how can we say that I'm busy, that I need to go to the market and buy some fish or I need to buy some rice? നാളെ നമ്മുടെ ദൈവം നമ്മുടെ മധ്യ ഇറങ്ങി വന്നാൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഞാൻ തിരക്കുള്ളവനാണ്, എനിക്കതുകൊണ്ട് സമയമില്ല എന്ന്? If God says, let me take you to heaven, how can you disagree with Him? കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ ദൈവത്തോട് തിരിച്ചു പ്രതികരിക്കാൻ കഴിയും? Praise the Lord. So that's what I'm saying, is that we should be running and living for our living Father. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏത് സമയത്തും കർത്താവ് വരാം, അതുകൊണ്ട് കർത്താവിന് വേണ്ടി നാം ഓടണം. Praise the Lord. Hallelujah. I'll tell you something. This is the end of age. In the Bible it says the end of age is near. Repent. വേദപുസ്തകം പറയുന്നത് അവസാന കാലമാണ്. അവസാന കാലമായാൽ ആകയാൽ കാലം സമീപിച്ചിരിക്കുകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. It says in the Bible, at the end of age, your old men will dream dreams and see visions, and your little children will prophesy. വേദപുസ്തകം പറയുന്നു അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനും എൻ്റെ ആത്മാവിനെ പകരുമ്പോൾ നിങ്ങളുടെ വൃദ്ധന്മാരും സ്വപ്നം കാണുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുകയും ചെയ്യും. Praise the Lord. Praise the Lord. So He put us on this earth not to run and live for our family. Praise the Lord. Do not get me wrong.
it's not our main priority. എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് നമ്മളുടെ ഈ ലോകത്തിലെ പിതാവിന് വേണ്ടിയോ ഫാമിലിക്ക് വേണ്ടിയോ മാത്രം ഓടുന്നവരായിട്ടല്ല. Praise the Lord. ആമേൻ. So it's running for God. Praise the Lord. When I was thinking yesterday, I need to prepare something to say. Praise the Lord. And this is what that God told me in my heart. ഇന്നലെ രാത്രി ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ച് ദേവസനിൽ ഇരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞ കാര്യമാണിത്. Sometimes I wish that I had my cousin's energy, praise the Lord, because they endlessly run for their family. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, എൻ്റെ കസിൻസിനെ പോലെ, അനുസരിക്കുന്ന കസിൻസിനെ പോലെ ഞാനും അതേ ഉത്സുകനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. Praise the Lord. So that if I had that much energy, I could be running for God endlessly. ഞാൻ ചിന്തിക്കാറുണ്ട്, ആ ഉത്സാഹം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി അധികം ഓടിയേനെമായിരുന്നു. Praise the Lord. Let me tell you something. If you yearn to run for God, He will actually accept your wish. നിങ്ങൾ യേശു കർത്താവിന്റെ പിന്നാലെ ശക്തിയോടെ ഓടുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും നിങ്ങൾക്ക് തരും. Praise the Lord. Hallelujah. Praise the Lord. Let me tell you something. You're in the prime of your age. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമേറിയ ഒരു അവസരത്തിലാണ്. So do not put running for God into a side. Praise the Lord. നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടുന്നത് ഒരിക്കലും പിൻപിലാക്കരുത്. Praise the Lord. Let me tell you something. If you say that, oh, maybe in 30 years I'll run for God, your plan may not work out as you plan. നിങ്ങൾ ഒരിക്കലും പറയരുത് 30 വയസ്സായിട്ട് ഞാൻ കർത്താവിന് വേണ്ടി ഓടാം. നിങ്ങളുടെ പദ്ധതികൾ നിറവേറണമെന്നില്ല. Praise the Lord. So tomorrow may be the day that God will be coming for us. And if you run for Jesus today, even tonight, let me tell you something. God's going to let you share His holiness. ഒരുപക്ഷെ നാളെ ആയിരിക്കാം, ഇന്ന് രാത്രിയിലായിരിക്കാം, ഈ സമയമായിരിക്കാം യേശു കർത്താവ് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും മാറ്റിവെക്കരുത്. അവന്റെ വിശുദ്ധിയെ നമുക്ക് ഷെയർ ചെയ്യാം. Praise the Lord. When I was sitting there in that chair, ഞാൻ ആ കസേരയിൽ അവിടെ ഇരിക്കുമ്പോൾ I was having a fellowship with the Holy Spirit. I was just sitting there. ഞാൻ പരിശുദ്ധാത്മാവുമായി ആ കസേരയിൽ കൂട്ടായ്മയിലായിരുന്നു. Praise the Lord. And I was thinking to myself, I was saying, Holy Spirit, I'm scared. I'm scared. I need you with me. ഞാൻ പറയായിരുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ പേടിച്ചിരിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നു, നീ എന്നെ സഹായിക്കണം, എന്റെ കൂടെ വരേണമേ. This is what the Holy Spirit said. ഇതാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. Praise the Lord. He said, Abel, you've had 10 years to be scared. Get up on that stage and I'll stand right next to you. ആ പരിശുദ്ധാത്മാ പറഞ്ഞു, ഏബേലേ നിനക്ക് 10 വർഷം കൂടി ഇനിയും ഭയപ്പെടാനായിട്ടുണ്ട്, പക്ഷെ നീ ഇപ്പം കേറാമെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. Praise the Lord. Hallelujah. Praise the Lord. It says in verse 2 that He is a perfecter of our faith. രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു, 12-ാം അധ്യായത്തിൽ അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ്. So through His faith that He's given us, I can actually believe that the Holy Spirit is standing right here. അവൻ നമുക്ക് എന്ന വിശ്വാസത്താൽ എനിക്കിപ്പോ പറയാൻ കഴിയും, എന്റെ ഭാഗത്ത്, എന്റെ ഇടത് ഭാഗത്ത് യേശു എന്റെ കൂടെ നിൽപ്പുണ്ട്. Praise the Lord. Give a good hallelujah if you believe that the Holy Spirit. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ. Praise the Lord. So yesterday I was thinking, I need to give Jesus, I want a prophecy. I want to prophesy to this crowd. ഇന്നലെ ഞാൻ കർത്താവിനോട് പറയുന്നു, കർത്താവ് എനിക്ക് പ്രവചിക്കണം എന്ന് ആഗ്രഹമുണ്ട്. Praise the Lord. And I said to God, God's been telling me for the past few weeks, this is the end of age. കർത്താവിനോട് കഴിഞ്ഞ ആഴ്ചയായിട്ട് പറയുകയാണ്, ഇത് അവസാന കാലമാണ്. Praise the Lord. He's been showing me verses in the Bible saying about the end of age. വചനങ്ങളുടെ പെരുപ്പം അവന്റെ മേൽ പകർന്ന് ഇത് അന്ത്യകാലമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. And so yesterday I was praying that Jesus give me a prophecy, and at the time he didn't tell me anything. ഞാൻ പറഞ്ഞു, കർത്താവ് അതിനെക്കുറിച്ച് ഒരു പ്രവചനം എനിക്ക് നൽകുമാറാകണം. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. Praise the Lord. So in the morning, today morning, praise the Lord, I prayed and still no answer. ഇന്ന് രാവിലെ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിക്കുകയും പിന്നെയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിലും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. So then I opened the Bible and my eyes fell on this verse. എന്നിട്ട് ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ എന്റെ കണ്ണുകൾ ഈ വചനത്തിൽ ഉടക്കി. Praise the Lord. And then God pointed down to verse 12. ദൈവം വിരൽ കൊണ്ട് എന്നെ ആ വചനത്തിലേക്ക് നയിച്ചു. Praise the Lord. Let's read verse 12 and 13. നമുക്ക് 12-13 വാക്യം വായിക്കാം. Therefore strengthen your feeble arms and weak knees. Make level paths for your feet, so that the lame may not be disabled, but rather. Let me tell you something. As true sons and daughters, praise the Lord, God has brought you forward. God has brought you forward even from the darkest bits. അവന്റെ പ്രിയ മക്കൾ എന്ന നിലവാരത്തിൽ നിന്ന് അവൻ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് അവന്റെ അടുക്കലേക്ക് പിടിച്ചിരിക്കുകയാണ്. Praise the Lord, because you have rights and responsibilities. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്ക് നിശ്ചയമായിട്ട് അവകാശങ്ങളുണ്ട്. Praise the Lord.
He doesn't want you to be an illegitimate son or daughter. He wants you to be the true sons and daughters of Christ. അവൻ നിന്റെ കള്ളമക്കളാകാൻ ആഗ്രഹിക്കുന്നില്ല. നീ അവന്റെ കള്ളമക്കളാകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നീ അവന്റെ പ്രിയ മക്കളാകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. Praise the Lord. It says, therefore strengthen your feeble arms. അതുകൊണ്ട് കുഴിഞ്ഞ കൈകളെ ശക്തിപ്പെടുത്തുക. In verse 13 it says, make level paths. This is the prophecy that I was looking for yesterday night. അവൻ പറയുന്നു ദുർഘടമായതിനെ സമഭൂമിയാക്കുക. ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന വാക്യം. Praise the Lord. In the Bible it says, I am the voice calling from the desert, make level the paths. വേദപുസ്തകം പറയുന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. അത് ഉയർന്ന മലകൾ താഴുകയും താഴെയായത് താഴ്വരകൾ ഉയർന്നും വരേണം. Praise the Lord. It says, so that the lame may not be disabled but rather healed. അതുകൊണ്ട് കുഴിഞ്ഞ മുഴങ്കാലുകൾ തളർന്നു പോകാതെ അവൻ സൗഖ്യമായി അതിൽ നടക്കണം. God has brought you forward not to be a bystander. God has brought you forward not to be just a person who stands outside the church. God has brought you forward so that if you put your hands on people, that you may be that they may be healed. ദൈവം നിങ്ങളെ വിളിച്ചതൊരു ബൈസ്റ്റാൻഡർ ആകുവാൻ വേണ്ടിയല്ല, ഒരു രണ്ടാം തരക്കാരനാകുവാൻ വേണ്ടിയല്ല, ഒന്നാം തരക്കാരനായി ഒന്നാം തരക്കാരിയായി പ്രിയമകനായി അവന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. Lord, let me tell you something. If you have faith the size of mustard seed, you can tell a mountain to move away. നിങ്ങൾക്ക് കടുകുമണിയോളം ചെറിയ കടുകുമണിയോളമുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ വലിയ മലകൾ നിങ്ങളുടെ മുമ്പാകെ നീങ്ങിപ്പോകും. Praise the Lord. So if there's one person in this crowd who takes on board what they say, takes on board what I say, praise the Lord. All I'm saying is get ready, because there's going to be miracles in your life. ഈ പുരുഷാരത്തിൽ ഒരാളെങ്കിലും ഞാൻ ഈ പറയുന്ന ഹൃദയത്തിൽ വഹിച്ചിരുന്നെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, യേശു വരാറായി നമുക്ക് ഒരുങ്ങാം. As true sons and daughters, God's going to use you. He's going to send you to other countries to preach His name. പ്രിയമക്കളെന്ന പോലെ അവന്റെ ഇഷ്ടമനുസരിച്ച് നമുക്ക് രാജ്യങ്ങളിലേക്ക് പുറപ്പെടാം. Praise the Lord. When I was sitting there, I said to the Holy Spirit, I don't want anybody's glory. I don't want anyone's sympathy. I want to give everything to you. ഞാൻ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആരുടെയും മഹത്വം വേണ്ട, എനിക്ക് ആരുടെയും സിമ്പതിയും വേണ്ട, അനുകമ്പയും വേണ്ട, എനിക്ക് അങ്ങ് മഹത്വപ്പെട്ടാൽ മാത്രം മതി. Praise the Lord. Let me tell you something. God has brought you in this tent, not so that it's not by your will that He brought you in this tent. It's because that you may be healed, so that He may touch you, and you may be healed so that you can touch others. നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് നിങ്ങൾ ഇവിടേക്ക് വന്നതല്ല, ദൈവം തന്റെ ഇഷ്ടത്തിന്റെ മഹത്വത്തിനായി നിങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവൻ നിങ്ങളെ സ്പർശിച്ച് ഇന്ന് രാത്രി സൗഖ്യമാക്കും. Praise the Lord. So God is disciplining everyone so that actually He loves you. That's why He's disciplining you. അതുകൊണ്ട് ദൈവമായ പിതാവ് നിങ്ങളെ ശിക്ഷിച്ചെന്ന് വരും, ശാസിച്ചെന്ന് വരും, കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. He's punishing you guys. He's punishing everyone, those He loves. അവൻ സ്നേഹിക്കുന്ന എല്ലാവരെയും ശിക്ഷിക്കാറുണ്ട്. Praise the Lord. So that in maybe 10 years time or even 6 months time, that you may be ready to go to different countries and preach His name. അവൻ നിങ്ങളെ പലപ്പോഴും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ 6 മാസത്തിനകം, ഒരുപക്ഷെ 10 വർഷത്തിനകം അവൻ നിങ്ങളെ റെഡിയാക്കി രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ വേണ്ടിയാണ്. Praise the Lord. Hallelujah. I'm saying that in Psalms it says, do not harden your hearts like you did in the desert of Meribah. സങ്കീർത്തനങ്ങൾ പറയുന്നു, അത് മരുഭൂമിയിൽ എന്നപോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. Let the Holy Spirit rage through your body just like it's doing. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ജീവിതത്തിൽ വാഴട്ടെ. Open your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക. Praise the Lord. That's the only way you can see God's miracles in your eyes. ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. Praise the Lord. It's saying this is when you have time, go home and read verse 13. It's saying that make level paths. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുവാൻ കഴിയുമ്പോൾ സമയമുള്ളപ്പോൾ നിങ്ങൾ വേദപുസ്തകം തുറന്ന് വായിക്കുക. 13-ാം വാക്യം പറയുന്നു, അത് വഴികളെ ഒരുക്കുക. That is my prophecy to you. അതാണ് എന്റെ പ്രവചനം നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. Lord, you're all prophets, no matter what age or gender. നിങ്ങൾ എല്ലാവരും പ്രവാചകന്മാരാകുമെന്ന് വചനം പറഞ്ഞിരിക്കുന്നു. ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾ വഴിയെ നിരപ്പാക്കുക. God's going to use you. ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. There is no if, there is no but. അവിടെ അത് വല്ലപ്പോഴും അല്ലെങ്കിൽ എങ്കിലൊന്നില്ല, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. All I'm saying is be ready, because God's going to use you even tomorrow. എനിക്ക് എല്ലാം കൂട്ടി ഇത്ര പറയാനുള്ളൂ, ഒരുങ്ങുക, ഒരുപക്ഷെ ഈ സമയം കർത്താവ് വരാം. Praise the Lord. I just want to end by praying. ഞാൻ പ്രാർത്ഥനയോട് ഇത് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Dear God, പരിശുദ്ധ കർത്താവേ, thank you Jesus that we have a chance to sit as a family and glorify your name. യേശുവേ നന്ദി, ഒരു കുടുംബമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി നന്ദി പറയാൻ നീ സമയം തന്നല്ലോ. Jesus, that you said that you want us to be the voice calling from the desert. യേശുവേ നീ പറഞ്ഞു, ഞങ്ങൾ നിന്റെ ശബ്ദമായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നല്ലോ വാക്കായി. Praise the Lord. You
said that you want us to be prophets. നീ പറഞ്ഞു ഞങ്ങൾ പ്രവാചകന്മാരായിരിക്കണമെന്ന്. Strengthen our weak arms and wobbly knee. ഞങ്ങളുടെ കുഴഞ്ഞ കൈകളും അത് കുഴഞ്ഞ മുഴങ്കാലും ശക്തിപ്പെടുത്തണമേ. Yes, Lord, we want to stand for you. ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. Lord, reign in us. കർത്താവേ, ഞങ്ങൾ വാഴണമേ. Yes, Lord, even in our darkest hour, reign in us. ഞങ്ങൾ ഇരുട്ടേറിയ അന്ധതമസേറിയ മണ്ഡലങ്ങളിൽ നീ വാഴണമേ. We bring all the glory to you. ഞങ്ങൾ എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു. In Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. കരങ്ങളെ അടിച്ച് നമ്മുടെ യങ് പ്രീച്ചറിനെ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്ത